ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഭാസ്കറിനെ എതിർത്ത് നികേഷിന്റെ അമ്മയെ വീട്ടിൽ താമസിപ്പിക്കുകയാണ് നിധിയും സുധീഷും സുഭാഷുമെല്ലാം. നിങ്ങൾ ഇതിന് അനുഭവിക്കുമെന്ന് പറഞ്ഞ ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. തുടർന്ന് സ്നേഹത്തോടു കൂടി നികേഷിന്റെ അമ്മയോട് സംസാരിക്കുകയാണ് എല്ലാവരും. സുഭാഷ് എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു. സന്തോഷത്തോടു കൂടി എല്ലാവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കാനായി ഇരുന്ന നികേഷിന്റെ അമ്മ സുഭാഷിനോട് പറയുന്നു, മോനെ നീയും കൂടി കഴിക്ക അമ്മയെന്ന് പറഞ്ഞ് സുഭാഷും അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കുകയാണ്. നികേഷ് അമ്മയോട് പറയുന്നു, ഞാൻ അമ്മയെ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയുമോ? ഈ നാട്ടില് പെണ്ണുങ്ങൾ വാഴാത്ത വീടാണ് ഇതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഞാൻ ചേട്ടന്മാരോട് എപ്പോഴും പറയുമായിരുന്നു, ഏട്ടത്തി വന്നതിന് ശേഷമായി ഇതൊരു വീടായി മാറിയത്. നികേഷിന്റെ അമ്മ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, അറിയാം മോനെ, ഞാൻ തിരിച്ചു വന്നില്ലേ, മോൻ ഭക്ഷണം കഴിക്കുക. സുഭാഷേ, മോനാണോ ഭക്ഷണം ഉണ്ടാക്കിയത്? അതേന്ന് സുഭാഷ് പറയുമ്പോൾ അമ്മ പറയുകയാണ്, നന്നായിട്ടുണ്ട്. സുധീഷ് പറയുന്നു, അമ്മ ഇനി ഈ വീട് വിട്ട് എവിടെയും പോകില്ലല്ലോ? ഇല്ല എന്ന് അമ്മ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, അമ്മ ഇവിടെ തന്നെ വേണം ഞങ്ങളുടെ ഒപ്പം. സുഭാഷ് ചോദിക്കുന്നു, സുധീഷേ, നിങ്ങള് അമ്മ എവിടാ കണ്ടത്? സുധീഷ് പറയുന്നു, അമ്മ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. നിധി നികേഷിന്റെ അമ്മയെ പലതവണ കണ്ടതും പിന്നീട് സുധീഷ് വീട് കണ്ടെത്തിയതുമെല്ലാം പറയുകയാണ്. എല്ലാം കേട്ട് സുഭാഷ് ചോദിക്കുന്നു, അമ്മയുടെ ഒപ്പം വേറെ ആരും ഇല്ലായിരുന്നോ ആ വീട്ടിൽ താമസിക്കാനായിട്ട്? നികേഷിന്റെ അമ്മ പറയുന്നു, ഇല്ല, ഞാൻ തനിച്ചായിരുന്നു. എനിക്ക് ഇവനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാ താമസിച്ചിരുന്നത്. എനിക്ക് ഇവനല്ലാതെ വേറെ മക്കളാരും ഇല്ലല്ലോ. സുധീഷ് മനസ്സിൽ പറയുകയാണ്, കൂടെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, അത് ചിലപ്പോൾ വല്ല ബന്ധുവായിരുന്നിരിക്കും. സുഭാഷ് പറയുന്നു, എന്തിനാ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ച് കഷ്ടപ്പെടുന്നത്? ഇനി അമ്മ ഞങ്ങളെ വിട്ടു പോകണ്ട, ഈ വീട്ടിൽ താമസിച്ചാ മതി. നികേഷിന്റെ അമ്മ പറയുന്നു, നാളെ മുതൽ ഞാൻ പാചകം ചെയ്യാം. സുധീഷ് ചോദിക്കണ, അതെന്താ അമ്മേ, സുഭാഷ് ഏട്ടന്റെ ഭക്ഷണം മോശമാണോ? അമ്മ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ കഴിച്ച ഉടനെ പറഞ്ഞായിരുന്നല്ലോ ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന്. എല്ലാ ദിവസവും സുഭാഷല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നാളെ മുതൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞതാ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് സുഭാഷ്. ഈ സമയം മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ദേഷ്യത്തോടു കൂടി ഉറക്കെ എടിയെന്ന് വിളിക്കുകയാണ്. നികേഷിന്റെ അമ്മ ഞെട്ടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നികേഷിന്റെ കയ്യിലേക്ക് മുറുകെ പിടിക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, ആരാടാ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത്? എന്തിനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ എന്റെ വീടിന്റെ ഹോളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നോ? എഴുന്നേറ്റ് ഇറങ്ങി പൂടി. നികേഷ് അമ്മയുടെ കയ്യിലേക്ക് മുറുകെ പിടിക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, ഇറങ്ങടി. ഇറങ്ങാനല്ലേ പറഞ്ഞത്? നിധി പറയുന്നു, ഒന്ന് മിണ്ടാതെ നിൽക്കുമോ? ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കാണ്, ഞാൻ എന്തിനാ മിണ്ടാതെ നിൽക്കുന്നത്? സുധീഷ് പറയുന്നു, ദേ നോക്ക്, ഈ മാതിരി സീനൊന്നും ഇവിടെ വേണ്ട. സാധാരണ നിങ്ങള് പുറത്തല്ലേ ഇരിക്കാറ്, പോയി പുറത്തിരിക്കുക. ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ എന്തിനാടാ വെളിയിൽ പോയി ഇരിക്കുന്നത്? ഹരീഷ് പറയുകയാണ്, ഇവിടെ ആര് താമസിക്കണം താമസിക്കേണ്ട എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അധികാരമില്ല. ഹരീഷ് പറയുകയാണ്, അമ്മ വന്നതിന് ശേഷം നികേഷിന്റെ സന്തോഷം നിങ്ങളും കണ്ടതല്ലേ? ഭാസ്കരൻ പറയുന്നു, ഓ വലിയ സന്തോഷം. ഇവൾ എന്തിനാ ഇവനെ ഇട്ടേച്ച് പോയത്? അവന്റെ കൂടെ താമസിച്ച അവനെ നോക്കേണ്ടവളല്ലേ ഇവള്? അത് നിങ്ങൾ ചോദിച്ചായിരുന്നോ? നിധി പറയുകയാണ്, അമ്മയ്ക്ക് ഈ വീടറിയാം, അമ്മ ഈ നാട് വിട്ട് എങ്ങും പോയിട്ടില്ല, ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് അച്ഛനും അറിയില്ലായിരുന്നു. അച്ഛൻ എന്തുകൊണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നില്ല? ഞാൻ അച്ഛനോട് പലതവണ ചോദിച്ചതല്ലേ നികേഷിന്റെ അമ്മ ഈ നാട്ടിലുണ്ടോന്ന്. അമ്മ ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. നികേഷിന്റെ അമ്മ ഇവിടെ വന്നത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മ വന്നതുകൊണ്ട് നികേഷ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പ്ലീസ് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഭാസ്കരൻ പറയുന്നു, ദേ നോക്ക് മോളെ, മോക്ക് ഒന്നും അറിയില്ല. ഭാസ്കരനെ തടങ്ങിയ ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുന്നു, പുറത്തു പോയിരിക്കെ, വെറുതെ കള്ളും കുടിച്ചു വന്ന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, ഇറങ്ങിപ്പോ. ഭാസ്കരൻ ചോദിക്കുന്നു, നീ ആരുടെ വീട്ടിലിരുന്നാ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത്? ഇത് എന്റെ വീടാ. ദേ നോക്ക് സുഭാഷേ, ഇവളെ പറ്റി നിനക്കറിയില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും നാളില്ലാത്ത മകനോടുള്ള സ്നേഹം ഇപ്പൊ ഇവക്ക് എവിടുന്ന് വന്നു? അത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? അവളോട് ഇറങ്ങിപ്പോകാൻ പറയടാ. സുധീഷ് പറയുന്നു, നിങ്ങൾ ആദ്യം പുറത്തു പോ. ഹരീഷെ, ഇയാളെ പുറത്താക്ക്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ഭാസ്കരനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഹരീഷ്. പുറത്തേക്ക് ഇറങ്ങിയ ഭാസ്കരൻ പറയുന്നു, അനുഭവിക്കൂടാ, നീയൊക്കെ അനുഭവിക്കും, അവളോട് ഇറങ്ങി പോകാൻ പറയടാ. നികേഷിന്റെ അമ്മ വിഷമത്തോടുകൂടി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എല്ലാവരും വിഷമത്തോടുകൂടി അമ്മയെ നോക്കുകയാണ്. തുടർന്ന് പുറത്തെ ടെൻഷനോടുകൂടി ഇരിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് വന്ന ദേഷ്യത്തോടുകൂടി നോക്കുകയാണ് നിധി. ഭാസ്കരൻ എന്താന്ന് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാ ഇത്രയ്ക്കങ്ങ് ദേഷ്യപ്പെടുന്നത്? അച്ഛന്റെ ഭാര്യ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുക. അമ്മയെ കണ്ടാലുടൻ അച്ഛൻ സന്തോഷിക്കുമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ ടെൻഷനായി ബഹളം വെക്കുകയാണല്ലോ. അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ നാട്ടിലെല്ലാവരും അച്ഛൻ ആ അമ്മയെ കൊന്നെന്നാണ് പറയുന്നത്. ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കാണ്, അച്ഛൻ എന്നെ ദേഷ്യപ്പെട്ടു നോക്കിയാൽ നാട്ടുകാരങ്ങനെ പറഞ്ഞില്ലെന്നാകുമോ? ഇപ്പം അച്ഛന്റെ ഭാര്യ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ നാട്ടുകാര് ഇത്രയും നാളും പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ്. ഇനി ആരും അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. അതിൽ അച്ഛൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ശരി, അതെല്ലാം വിട്ടേക്ക്.
നോക്കിയേക്ക്, നികേഷിനെ കണ്ടില്ലേ? അമ്മയെ കണ്ട ഉടൻ അവൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. ഇതെല്ലാം അച്ഛൻ ഒരു നല്ല കാര്യമായിട്ട് വിചാരിക്കുന്നതേ ഇല്ലേ? ഭാസ്കരൻ പറയുന്നു, ദേ നോക്ക്, ഇപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു ദിവസം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരയും. അത് നടന്നിരിക്കും. നിധി ചോദിക്കുന്നു, എന്താ അങ്ങനെ പറയുന്നത്? അത്രയ്ക്ക് എന്ത് ദേഷ്യമാണ് അച്ഛനുള്ളത്? എന്തിനാ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? അമ്മ വന്നതുകൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങളാ നടക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്ക്. ഇത് കാരണം അച്ഛന്റെ ദുഷ്പേര് മാറും. ഇത്രയും നാളും ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറഞ്ഞ നാട്ടുകാരുടെ വായ അടപ്പിച്ചതുപോലെയായി. അമ്മ തിരിച്ചു വന്നതില് നികേഷ് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. ഇത്രയും നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടും പിന്നെ എന്തിനാ അച്ഛൻ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഭാസ്കരൻ ഒന്നും മിണ്ടാതെ വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകുമ്പോൾ അച്ഛന്ന് വിളിക്കുകയാണ് നിധി. ഭാസ്കരൻ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് രാവിലെ അടുക്കളയിൽ കയറുകയാണ് നികേഷിന്റെ അമ്മ. നിധി അവിടേക്ക് വരുമ്പോൾ അമ്മ ചോദിക്കുന്നു, മോക്ക് ചായയാണോ കാപ്പിയാണോ? ഞാൻ തന്നെ ഉണ്ടാക്കി കുടിച്ചോളാമെന്ന് നിധി പറയുമ്പോൾ അമ്മ പറയണം, പറ മോളെ, ചായ വേണോ കാപ്പി വേണോ? നിധി പറയുന്നു, ചായ. സുധീഷ് നികേഷിനെയും ഹരീഷിനെയും വിളിച്ചുണർത്തുകയാണ്. ഈ സമയം പച്ചക്കറികളും വാങ്ങി അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, ഇതുവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേക്കട പെട്ടെന്ന്. അങ്ങനെ അടുക്കളയിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നിധി എഴുന്നേറ്റായിരുന്നോ? അമ്മ പറയുന്നു, ഞാൻ വിചാരിച്ചായിരുന്നു സുഭാഷിനോട് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വരാൻ പറയണമെന്ന്. പറയാതെ തന്നെ വാങ്ങിക്കൊണ്ട് വന്നു അല്ലേ? സുഭാഷ് ചോദിക്കുന്നു, അമ്മ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? ഞാൻ വന്നിട്ട് ചെയ്യുമായിരുന്നല്ലോ. അമ്മയ്ക്ക് ഞാൻ ചായ ഇട്ട് തരാം. അമ്മ പറയുന്നു, വേണ്ട മോനെ, ഞാൻ ചായ ഇട്ടോളാം. സുഭാഷ് പറയുകയാണ്, അമ്മ വന്ന ഉടനെ ഇങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യുന്നത് ശരിയല്ല. നികേഷിന്റെ അമ്മ പറയുകയാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് കിച്ചണിൽ നിൽക്കുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതാ, പക്ഷേ അമ്മ കേൾക്കുന്നില്ല. അമ്മ ചോദിക്കുന്നു, ഈ വീട്ടിലെ പാചകമൊക്കെ ആരാ ചെയ്യുന്നത്? ഞാനാണെന്ന് സുഭാഷ് പറയുമ്പോൾ അമ്മ ചോദിക്കാണ്, അതെന്താ നിധി ചെയ്യില്ലേ പാചകമൊന്നും? സുഭാഷ് പറയുന്നു, നിധിയും പാചകം ചെയ്യാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അനുജന്മാരെല്ലാം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇത് കേട്ട് മോളി എല്ലാവർക്കും ചായ ഉണ്ടാക്കുകയാണ് നികേഷിന്റെ അമ്മ. തുടർന്ന് സുധീഷും നികേഷും ഹരീഷും ഹോളിലിരിക്കുമ്പോൾ അവരുടെ അരികിലേക്ക് വന്ന അമ്മ ചോദിക്കുന്നു, മോനെ, നീ പാലാണോ കുടിക്കുന്നത്? അല്ലെങ്കിൽ പാലിൽ എന്തെങ്കിലും കലക്കിയാണോ കുടിക്കുന്നത്? നികേഷ് പറയുന്നു, ഞാൻ ചായയാ കുടിക്കുന്നത്, പാല് വേണ്ട. അമ്മ പറയുകയാണോ, ഓ നീയും ചായയാണോ കുടിക്കുന്നത്? ശരി ശരി, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചായ എടുത്തോണ്ട് വരാം. ഹരീഷ് പറയുന്നു, നിന്റെ അമ്മ നിന്നെ ഇപ്പോഴും കൊച്ചു കുട്ടിയായിട്ടാണ് കാണുന്നത്. അമ്മ എന്ത് ചെയ്യുകയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷ് അടുക്കള വാതിലിന്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ സുധീഷും ഹരീഷും സന്തോഷത്തോടുകൂടി നികേഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് അമ്മ ചായയുമായി അവരുടെ അരികിലേക്ക് വരികയാണ്. നിധിയും സുഭാഷും ചായ കുടിച്ചുകൊണ്ട് പിന്നാലെ വരുന്നു. ഭാസ്കറിനെ ഒന്ന് നോക്കിയിട്ട് നികേഷിന്റെ അമ്മ ചോദിക്കുന്നു, ഞാൻ ചായ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ? നിധി പറയുകയാണ്, വേണ്ട, അച്ഛൻ ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കും. അമ്മ ഇപ്പം അരികിലേക്ക് ചെല്ലണ്ട. അമ്മ പറയുകയാണ്, ഇങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നാൽ എങ്ങനെയാ? ഞാൻ ശത്രു ഒന്നും അല്ലല്ലോ, ഞാൻ ചായ കൊണ്ട് കൊടുക്കട്ടെ. അങ്ങനെ നികേഷിന്റെ അമ്മ ഭാസ്കരന്റെ അരികിലേക്ക് ചായയുമായി ചെല്ലുകയാണ്. ചായ തട്ടിത്തെറിപ്പിക്കുകയാണ് ഭാസ്കരൻ. ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് ഓടി വരുന്നു. ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി ഉറക്കെ ചോദിക്കുന്നു, നീ എന്തിനാടി ഇവിടെ വന്നത്? ചായയുമായി വന്ന് നീ എന്താ എന്റെ മുന്നിൽ നാടകം കളിക്കുകയാണോ? നിന്റെ നാടകമൊന്നും എന്റെ മുന്നിൽ വേണ്ട, ഇറങ്ങിപ്പോടി. അമ്മ താഴെ വീണ ചായ ഗ്ലാസ് എല്ലാം എടുക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്താ അച്ഛ ഇത്? വന്നത് മുതൽ അമ്മയോട് എന്തിനാ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കുറച്ച് ഓവർ ആകുന്നുണ്ട്. സുധീഷ് പറയുന്നു, ദേ നോക്ക്, ഞങ്ങൾ അമ്മയെ കഷ്ടപ്പെട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഈ സീനൊന്നും ഇവിടെ വേണ്ട. നിധി പറയുന്നു, വിടി സുധീഷ്, രാവിലെ വഴക്ക് വേണ്ട. അമ്മ അകത്ത് പോ. ഇത് കേട്ട് നികേഷിന്റെ അമ്മ അകത്തേക്ക് പോകുമ്പോൾ നിധി പറയുകയാണ്, എല്ലാവരോടുമായിട്ടാ പറഞ്ഞത്, എല്ലാവരും അകത്തേക്ക് പോകും. ഇത് കേട്ട് സുഭാഷും ഹരീഷും സുധീഷും അകത്തേക്ക് പോവുകയാണ്. നികേഷ് ഭാസ്കരന്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ വിചാരം? അവരെന്റെ അമ്മയാ. എന്തിനാ അമ്മ വന്നത് മുതൽ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി പോടാന്ന് പറയുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, എന്ത് പോടാ? എന്റെ അമ്മ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അച്ഛനായിട്ട് പോയി വിളിച്ചോണ്ട് വന്നതല്ല, എന്റെ ചേട്ടനും ചേട്ടത്തിയും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വന്നതല്ലേ. അമ്മയുടെ ഫോട്ടോ കണ്ട നാളു മുതൽ എത്ര പ്രാവശ്യം അമ്മ എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അമ്മ ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ അത് പറഞ്ഞില്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങളാ അമ്മ ഈ വീട്ടിൽ നിന്നും ഓടിച്ചു വിട്ടത്. എന്തിനാ എന്റെ അമ്മ ഇറക്കി വിട്ടത്? അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എന്റെ അമ്മയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചോദിക്കും. അമ്മ ഇനിയും ഇവിടെ ആയിരിക്കും താമസിക്കുക. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നികേഷിനെ നിധി ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഭാസ്കരൻ. നിധി പറയുന്നു, നികേഷെ, അമ്മ ഇവിടെ തന്നെ ഉണ്ടാകും. എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, വാ, സമയം പോകുന്നു, നിനക്ക് കോളേജിൽ പോകണ്ടേ? അങ്ങനെ നികേഷിനെയും കൂടി അകത്തേക്ക് പോവുകയാണ് നിധി. അമ്മ വിഷമത്തോടു കൂടി അകത്തിരിക്കുമ്പോൾ തൊട്ടരികിൽ നിൽക്കുകയാണ് സുഭാഷും ഹരീഷും സുധീഷും. അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, അച്ഛൻ എന്താ അമ്മയോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്? അമ്മ പറയുകയാണ്, എനിക്കറിയില്ല മോളെ, ഞാൻ എങ്ങനെ അറിയാനാ? ഞാനിപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. നിധി ചോദിക്കുന്നു, അമ്മയോട് അച്ഛനാണോ പറഞ്ഞത് ഈ വീട്ടിൽ നിന്നും പോകണമെന്ന്? അതോ അമ്മ തന്നെ ഇറങ്ങിപ്പോയതാണോ? അമ്മ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി, അമ്മ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോഴേ അറിയില്ലേ ഇയാളായിരിക്കും
എന്തിനായിരിക്കും അമ്മയോട് ഇറങ്ങി പോകാൻ പറഞ്ഞത്? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഇനി അയാള് അമ്മയോട് ഇറങ്ങി പോകാൻ പറയരുത്. അമ്മ ഇവിടെ തന്നെ ഉണ്ടാകണം. സുഭാഷ് ചോദിക്കുന്നു, നികേഷ്, ആരാ അമ്മയോട് പോകാൻ പറഞ്ഞത്? അമ്മ ഇവിടെ തന്നെ ഉണ്ടാകും. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ഞാൻ അച്ഛനോട് സംസാരിക്കാം, നീ ദേഷ്യപ്പെടണ്ട. നിധി പറയുന്നു, നികേഷേ, നീ ടെൻഷൻ ആകണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛൻ അങ്ങനെ പറഞ്ഞതൊന്നും അമ്മ കാര്യമാക്കണ്ട. അമ്മ പറയുന്നു, എനിക്ക് അദ്ദേഹത്തെ പറ്റി അറിയില്ലേ, സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല, എന്നും ഇങ്ങനെ തന്നെ. ഞാൻ ഇതൊന്നും വലുതാക്കാൻ പോകുന്നില്ല. അന്ന് ഞാൻ ഇതൊക്കെ വലുതായി കാണാതെ എല്ലാം സഹിച്ച ഇവിടെ തന്നെ കഴിയണമായിരുന്നു. അന്ന് അതിന് കഴിഞ്ഞില്ല, ഇറങ്ങിപ്പോയി. ഇപ്പൊ എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയിരിക്കുക. ഞാൻ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? ഞാൻ ഇനി ഇവിടുന്ന് എങ്ങും പോകില്ല. നിങ്ങൾ ആരും വിഷമിക്കണ്ട. അങ്ങനെ നികേഷിന്റെ അരികിലേക്ക് ചെന്ന് തലോടിക്കൊണ്ട് അമ്മ പറയുന്നു, വിഷമിക്കണ്ട മോനെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, എവിടെയും പോകില്ല. അങ്ങനെ അമ്മ അടുക്കളയിലേക്ക് പോവുകയാണ്. ദേഷ്യത്തോടുകൂടി സുധീഷ് പറയുന്നു, ഇയാളെന്താ ഇങ്ങനെയായി പോയതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. നിധി പറയുകയാണ്, സുധീഷേ, അത് വിട്. തുടർന്ന് നികേഷിന്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കി നികേഷിനും നിധിക്കുമുള്ള ലഞ്ചും എടുത്തുകൊണ്ട് വരികയാണ്. നികേഷ് പറയുകയാണ്, എന്നും സുഭാഷ് ഏട്ടനാണ് എനിക്ക് ലഞ്ച് ബോക്സ് കൊണ്ടു തരുന്നത്. ഇന്ന് അമ്മ കൊണ്ടു തന്നിരിക്കുന്നു. അമ്മ പുഞ്ചിരിച്ച് നികേഷിനെ തലോടുകയാണ്. നിധി പറയുന്നു, അമ്മ എന്തിനാ വന്ന ദിവസം തന്നെ ഇത്രയും ജോലികളൊക്കെ ചെയ്യുന്നത്? അമ്മ പറയുകയാണ്, അത് സാരമില്ല, ജോലി ചെയ്യാതിരുന്നാലാണ് ക്ഷീണം. എവിടെ സുഭാഷ്? ജോലിക്ക് പോകാൻ ഒരുങ്ങി സുഭാഷ് അവിടേക്ക് വരുമ്പോൾ സുധീഷ് പറയുന്നു, ദേ സുഭാഷ് ഏട്ടൻ. ഒരു മിനിറ്റ് സുഭാഷ് എന്ന് പറഞ്ഞ അമ്മ അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നികേഷ്, ലഞ്ച് ബോക്സ് ഒക്കെ തന്നോ? ഈ സമയം സുഭാഷുള്ള ഭക്ഷണവും വെള്ളവുമായി അവിടേക്ക് വന്ന അമ്മ പറയുന്നു, ഇതാ മോനെ, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം. സന്തോഷത്തോടു കൂടി അത് വാങ്ങി സുഭാഷ് പറയുകയാണ്, അമ്മ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? രാവിലെ ചായ ഉണ്ടാക്കുന്നത് മുതൽ എല്ലാ ജോലിയും അമ്മയാണല്ലോ ചെയ്യുന്നത്. അമ്മ ഇങ്ങനെ കിച്ചണിലെ ജോലികൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അമ്മ പറയുകയാണ്, ശരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തരേണ്ടവളല്ലേ? എനിക്ക് ചില കാരണങ്ങളാൽ ഇവിടുന്ന് പോകേണ്ടി വന്നു. ഇപ്പോഴെങ്കിലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആശ്വസിച്ചോളാം. നിങ്ങൾക്കുള്ള ഭക്ഷണം എടുക്കട്ടെ? സുധീഷ് പറയുന്നു, വേണ്ടമ്മേ, ഞങ്ങൾ എപ്പോഴും ലഞ്ച് കഴിക്കാനായി വീട്ടിലേക്ക് വരും. ജോലി ഒരുപാടുണ്ടെങ്കിൽ പുറത്തു നിന്ന് കഴിക്കും. ഇത് കേട്ട് അമ്മ പറയുന്നു, അപ്പോ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ വരണം. എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹരീഷ് പറയുന്നു, ശരി അമ്മേ. നികേഷേ, അമ്മ വന്നതല്ലേ, ഇന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കെ. സുധീഷ് പറയുകയാണ്, അവനിന്ന് ലീവ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നൊരു എക്സാം ഉണ്ട്, അതുകൊണ്ട് അവൻ പോയിട്ട് വരട്ടെ. സുഭാഷ് പറയുന്നു, അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതി. നിധി പറയുകയാണ്, എന്റെ നമ്പർ അമ്മയുടെ കയ്യിലുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയുന്നു, ഒരു കുഴപ്പമില്ല, നമ്മുടെ വീടല്ലേ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളെല്ലാം. അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി എക്സാമിന് പോവുകയാണ് നികേഷ്. പിന്നാലെ ഹരീഷും ജോലിക്ക് പോവുകയാണ്. സുഭാഷ് സുധീഷിനോടും നിധിയോടും പറയുന്നു, അമ്മ ഇന്നലെയല്ലേ ഇവിടെ വന്നത്? നമ്മൾ എല്ലാവരും ജോലിക്ക് പോയാൽ അച്ഛനും അമ്മയും മാത്രം തനിച്ചാകില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? നിധി പറയുന്നു, അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സുഭാഷ് ഏട്ടാ. അച്ഛൻ പറഞ്ഞിട്ടാണോ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അതോ അമ്മ തനിയെ ഇറങ്ങിപ്പോയതാണോ എന്നൊന്നും നമുക്കറിയില്ല. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചാൽ മാത്രമേ എല്ലാത്തിനും ഒരു വ്യക്തത കിട്ടൂ. അവര് സംസാരിക്കട്ടെ, എങ്കിലേ എല്ലാം നന്നായി വരും. സുധീഷ് പറയുകയാണ്, അത് ശരിയാ, തനിച്ചാക്കിയാലേ വഴക്കു കൂടിയാണെങ്കിലും നോർമൽ ആകും. ശരി എന്ന് പറഞ്ഞ് സുഭാഷ് ജോലിക്ക് പോവുകയാണ്. നിധിയും സുധീഷിന്റെ ഒപ്പം പോകാനായി ഇറങ്ങുകയാണ്. ഭാസ്കറിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, വെറുതെ അമ്മയോട് വഴക്കുണ്ടാക്കരുത്. അമ്മ ഇനിയും ഈ വീട്ടിൽ നിന്നും പോകാൻ പാടില്ല. നികേഷിന്റെ ഫീലിംഗ്സും കൂടി നമ്മൾ അറിയണ്ടേ, അവനെ വിഷമിപ്പിക്കരുത്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.